ഹലോ എവരിവൺ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ബാണാസുരയിലാണുള്ളത്. ബാണാസുരയിൽ ഇവിടെ നമ്മളൊരു റിസോർട്ട് എടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ തലേദിവസം ഇങ്ങോട്ടേക്ക് പോകുന്നു. ഫാമിലി ആയിട്ടാണ് പോയിരിക്കുന്നത്. സിൽവർ ഹിൽ റിസോർട്ടാണ്. ഇവിടെ നമ്മൾ സ്റ്റേ ഇവിടെയാണ് നൈറ്റ്. നാളെ മോർണിംഗ് നമ്മൾ ഇവിടുത്തെ ബാണാസുര ഹില്ല് കയറാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 8 മണിക്കാണ് ഇവിടെ എൻട്രി ഉള്ളത്. അപ്പോൾ വെളുപ്പിനെ കയറാൻ വേണ്ടിയിരിക്കണം. ഫുൾ ഫാമിലി ഉണ്ട്. നിങ്ങൾ രാവിലെ ആയിരിക്കും വീഡിയോസ് രാവിലെ തന്നെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. കുറച്ച് സമയത്ത് ഓരോ ബാച്ചായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എല്ലാവർക്കും മോർണിംഗ് കാണാം എങ്ങനെയാണ് അങ്ങോട്ടേക്കുള്ള സഫാരിയും കാര്യങ്ങളൊക്കെ. നല്ല വ്യൂ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാർ വയനാട്ടിൽ വരുന്നവരൊക്കെ ഒരുപാട് ആൾക്കാർ പോകാറുള്ള സ്ഥലമാണ്. നാളെ നമ്മുടെ ട്രക്കിങ്ങിനുള്ള ഫുൾ ടീം സെറ്റാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ മോർണിംഗ് യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ റിസോർട്ടിൽ നിന്ന് എല്ലാവരും ഫ്രഷപ്പായി. രാവിലെ 8 മണിക്കാണ് എൻട്രി ചെയ്ത് പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയൊക്കെയാണ്. അടിപൊളി റിസോർട്ടാട്ടോ. വെരി വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്ക് ഭയങ്കര നാച്ചുറൽ ഫീലാണ് റിസോർട്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ബാണാസുരയിൽ ട്രക്കിംഗ് പോയിന്റിലുള്ള ഇവിടെ 8:30, 8:45 ഒക്കെ സ്റ്റാർട്ട് ആകുമ്പം 5 പേരുള്ളൊരു ഗ്രൂപ്പിന് 4000 റുപ്പീസാണ് വരുന്നത്. അഡീഷണൽ വരുന്ന ഓരോരുത്തർക്കും 650 റുപ്പീസ് വരും. ഏകദേശം 5.5 കിലോമീറ്ററോട് നടക്കാനുണ്ട്. ഒരു ദിവസം ഉച്ച കഴിയും തോന്നുന്നു നമ്മൾ തിരിച്ചു വരുമ്പോൾ. നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. നമ്മുടെ ട്രക്കേഴ്സൊക്കെ റെഡിയാണ് കേട്ടോ, പോകാൻ വേണ്ടി റെഡിയാണ്. ട്രക്കിങ്ങിന് നമ്മുടെ കൂടെയുള്ള ചേട്ടാ കേട്ടോ, മനുച്ചേട്ടായി. രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ നേരത്തെ വിളിച്ച് ഇവരുടെ നമ്പറുണ്ട്, അതിൽ വിളിച്ച് ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഇവർ ട്രക്കിന് ആളെ നമ്മുടെ കൂടെ വരുന്ന ആളെ റെഡിയാക്കി വെക്കും. ഇല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരാളെ കിട്ടും. ലോക്കലായിട്ടുള്ള ആളാണ് നമ്മളിവിടെ വരുന്നത്. രണ്ട് കിലോമീറ്ററോളം ഫുള്ള് കയറ്റാട്ടോ. ഫുള്ള് അട്ടയുണ്ട്. ട്രക്കിംഗ് ടീമുകളാട്ടോ കുറച്ച് മുകളിലേക്ക് എത്തി. ഇവനെ കൂടി ഇരുത്തിക്കോ. ചെക്കനൊക്കെ ഫുൾ ഓൺ ഫുൾ വൈബിലാട്ടാ. ട്രക്കിങ്ങിന് കൊണ്ടാണ് അവനെയും പൊക്കി പിടിച്ചിട്ടാണ് കയറണേ. ആശാൻ നടക്കണമെന്ന് താല്പര്യം കാണിച്ചു. പക്ഷേ വലിയ അട്ടയുള്ള കാരണം എല്ലാം കയറ്റി മുകളിലേക്ക് ഇട്ടു. നല്ല വ്യൂ ആയി വരുന്നുണ്ട്. കാട്ടിനുള്ളിൽ കൂടെയാണ്, ഫുള്ള് കാടാണ്. നല്ല കാടായതുകൊണ്ട് വെയിലടിക്കണില്ല. 2 കിലോമീറ്ററോളം 2.5 കിലോമീറ്റർ ഇതുണ്ട്. ഫോറസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിനി ഫോറസ്റ്റ് കഴിഞ്ഞു. ഇനി നല്ല പുൽമേടാണ്. പക്ഷെ നല്ല വെയിലായിരിക്കും. ഫോറസ്റ്റ് കൂടെ വരാൻ നല്ല സുഖമായിരുന്നു, വെയിലില്ലാത്ത കാരണം. അപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട പുൽമേട്ടിലോട്ട് കയറാൻ വേണ്ടി പോവാം. ഇതിന് അങ്ങോട്ടേക്ക് ഇനിയുണ്ട് ഒരു 2-2.5 കിലോമീറ്ററോളം. ഈ 2-2.5 കിലോമീറ്റർ ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി വന്നതും ഫുൾ ഫോറസ്റ്റ് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ട്രക്കിങ്ങിൽ 2 കിലോമീറ്ററോളം വന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് കയറാൻ പോകുന്നത് ആ കാണുന്നതാണ് കാറ്റൂർ. ഓക്കെ. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങി അവിടെ പക്കടക്കുന്നിൽ കാണാൻ 3 ചട്ടങ്ങൾ. ഓക്കെ. അതാണ് സായിപ്പൂർ. ആ സായിപ്പൂർ രണ്ടാമത്തെ പേര്. അതിനകത്ത് ചെറിയൊരു മലകൾ. അങ്ങനെ 3 മലകളാണ്. പിന്നെ നമ്മളത് അങ്ങ് ദൂരെ കാണുന്നത് ആ ഓട കയറി കിടക്കുന്ന മലയാണ് ബാണാസുര മല. ഓക്കെ. അവിടേക്ക് ഇപ്പോൾ നിലവിൽ ആർക്കും പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ സായിപ്പൂന്ന് വരെ പോകുന്നത്. ഹാഫ് പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാം കേട്ടോ. കുറേ നടക്കാനുള്ള കാരണം റെസ്റ്റ് ചെയ്യാനുള്ള പ്ലേസാണ്. മമ്മിയൊക്കെ ഫുള്ള് റെസ്റ്റിങ്ങിലാണ്. മമ്മിയും കുട്ടനൊക്കെ ഫുള്ള് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. അടിപൊളി പ്ലേസ്. ആ കാണുന്നതാണ് കാറ്റൂന്ന്. ഇങ്ങോട്ടേക്കുള്ള സായിപ്പൂന്ന്. നമ്മളതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളാദ്യം കാറ്റൂന്ന് ഇവിടെ നിന്ന് കയറിയിട്ട് തിരിച്ച് സായിപ്പൂന്ന് കയറും. സായിപ്പൂന്നിൻ്റെ അല്ല, കാറ്റുകുന്ന്. കാറ്റുകുന്ന് കയറുമ്പോഴത്തേക്കും കാറ്റ് പോകാണ്ടിരുന്നാൽ മതി. ഓ മാൻ, awesome വ്യൂ. ഇവിടുന്ന് ബാണാസുര മൊത്തം കാണാം കേട്ടോ. ഫുൾ വ്യൂ ആണ് ബാണാസുരൻ്റെ. സൂപ്പർ. എൻജോയ് ചെയ്യാൻ ആവസമാട്ടോ. ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, അത് വേറൊന്നാ. ഇന്ന് വലിയ വെയിലില്ലാത്ത കാരണം നല്ല ക്ലൈമറ്റുമാണ്. കാറ്റുകുന്നുള്ള വ്യൂ ആണേ, ആസമാണ്.
ബാക്കിൽ കാണുന്ന ബാണാസുര ഡാമാണ് അതിൻ്റെ എൻട്രി പോയിൻ്റൊക്കെയാണത്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ്. ആസംബിയാണ്, നല്ല കാറ്റും അടിപൊളി. അവിടെ നമ്മുടെ ടീമാണ് കേട്ടോ. അഞ്ചും മമ്മിയൊക്കെ താഴെ ഇരുന്നു, ഞങ്ങൾ മാത്രമേ മുകളിലേക്ക് വന്നുള്ളൂ. നമ്മുടെ ചോട്ടാ ട്രക്ക് നമ്മൾ അഞ്ചുകുന്ന് സായിപ്പൂന്ന് കയറാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ടോപ്പിലേക്ക് എത്തണം, കുന്ന് കയറണം. ഇനി 1.5 കിലോമീറ്റർ, ഇപ്പോൾ ഓൾറെഡി 1 കിലോമീറ്റർ വന്നു. ഇനി ഒരു 1.5 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. ചെക്കൻ ഹോൾ സെറ്റ്, ആളും ഓൺ വൈബിലാണ്. എടാ എവിടെ വെക്കടാ. നമ്മുടെ റോക്കിംഗ് മമ്മി ഇതാ കയറി വരുന്നു. ചിൽ 57-ലും 18-ൻ്റെ ചെറുപ്പമായിട്ട് ഇതാ ചിൽ കയറി വരുന്നു. ലില്ലി തങ്കച്ചൻ. സായിപ്പൂന്നിൻ്റെ ഏകദേശം പകുതിയോളം നമ്മൾ എത്തി കേട്ടോ. ഇനി നമുക്കൊരു പകുതി ദൂരം കൂടി ഉള്ളൂ. ബാക്കിലൊരു ബുഷ് കാണുന്നുണ്ട്, ബാക്ക് സൈഡിലായിട്ട്. അവിടെ വരെ ഉള്ളത് അതാണ് നമ്മുടെ വ്യൂ പോയിൻറ്റ്. അവിടെ വരെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം. 9:30 ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ടോട്ടൽ മൊത്തം 4-4.5 മണിക്കൂർ ടൈം എടുക്കും കയറി ഇറങ്ങാനായിട്ട്. അതിൻ്റെ മുകളിലേക്ക് കയറാൻ പോവാ. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. സായിപ്പ് മദാമ നായക്കുട്ടി എന്ന് അറിയപ്പെടും. അതായത് ഇതൊരു കഥ അല്ലെങ്കിൽ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുന്ന വഴിയില്ല പുറത്തുനിന്നുള്ള ബ്രിട്ടീഷ് കാലത്ത് അവർ നിർമ്മിച്ചു എന്നാണ്. അങ്ങനെ ഒരു സായിപ്പും മദാമയും നായക്കുട്ടി അവരിവിടെ വന്ന് ഈ സ്ഥലമൊക്കെ കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ ഇവിടെ സെറ്റിലാകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടെ ആദിവാസികളായിട്ടുണ്ടായിരുന്നു. അവരെ ഊരുമൂപ്പൻ ശപിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് അവർ മരണപ്പെടുകയും ശരിയായി മാറുകയും ചെയ്തു. അതാണ് ഒരു സ്റ്റോറി. ഇതൊക്കെ സത്യമാണോ എന്നുള്ള അറിയില്ല, ഓരോ കഥകൾ കേൾക്കുമ്പോൾ രസം. അതേപോലെ നല്ല സുഖമായിട്ടിരുന്ന് കാപ്പ് പിടിക്കാൻ പറ്റിയ സ്പോട്ടല്ലേ. ഇവിടെ മഴയത്ത് നമുക്ക് എറിച്ചിലടിക്കില്ല. ശരിയാ, നല്ല കാറ്റ് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. കേട്ടില്ല കേട്ടോ, സൂപ്പർ. അടുത്ത പ്രാവശ്യം എന്തായാലും നല്ല കോടുള്ള സമയത്ത് എന്തായാലും വരും. 10-15 മിനിറ്റോളം നമ്മളവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. നല്ല സുഖമായിരുന്നു അവിടെ ഇരിക്കാൻ. ടൈം പോണേ അറിയില്ല. നല്ല കാറ്റും പാറേണ്ടത് ചോട്ടിലായതുകൊണ്ട് നല്ല തണലുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സായിപ്പൂന്നിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അവിടെ പോയിട്ടും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. മുകളിലാണ് ആ കാണുന്ന അവിടെ വരെ കയറുള്ളൂ. അത്യാവശ്യം നല്ല പൊക്കത്തിലായി. അത് കഴിഞ്ഞ് ഇനി നേരെ തിരിച്ചിറങ്ങാം. മമ്മി അവിടെ താഴെ നിന്നു. കൊച്ചിന് ടയർഡായ കാരണം അവിടെ നിന്നു. ഞാൻ മാത്രം കയറുക. അതാണ് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ്. ഈ മേലെ കയറാനായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ട്. ബാക്കിയൊന്നും കയറാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ മല മാത്രം കയറാൻ ഇച്ചിരി ടയർഡായിരുന്നു. അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. ഒരു മലയും കൂടി ഉണ്ട് അവിടേക്ക്. ഇപ്പോൾ അലോടല്ല. ഈ ചാമ്പറയിലെ പോലെ തന്നെ ഇവിടെ ഒരു പക്ഷി കൊള്ളാറ് അങ്ങോട്ടും വിടില്ല. എന്നുള്ള വ്യൂ ആണത്. പണ്ടൊക്കെ അവിടെ ലോറിയൊക്കെ വന്നുകൊണ്ടിരുന്നതൊക്കെയാണ് പറയുന്നത്. മരമെടുക്കാൻ ഫോറസ്റ്റുകാരെല്ലാം നിർത്തിച്ചു. മുകളിൽ നിന്നുള്ള വ്യൂ ടോപ്പ് വ്യൂ ആണ്. ഇവിടെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ്, ഒരു 1 hour ഇവിടെ നല്ല രസമായിട്ടേക്ക്. മുകളിൽ നിന്ന് താഴ്ന്ന് കയറി ടയർഡായിരിക്കുമ്പോൾ നല്ല സുഖം. ടോപ്പിൽ വന്ന് റെസ്റ്റാണ്. ഏകദേശം ഒരു 9:30 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 1 മണിയായി. 3.5 മണിക്കൂറോളം ടൈം എടുത്തു. പിന്നെ തിരിച്ചൊരു 1.5 മണിക്കൂർ സമയം കൊണ്ട് എടുക്കും. അപ്പോൾ നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് ക്ഷീണം അറിയില്ല. നല്ല വേഗത്തിൻ്റെ തണുപ്പ് വെയിലൊക്കെ കൊണ്ടിരിക്കുന്നത്. ഓസം പ്ലേസ് ആട്ടോ, മസ്റ്റ് വിസിറ്റ് ആണ്. ട്രക്ക് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നല്ല രസം ഇതിൽ കയറി വരാം. കാറ്റുള്ളത് കാരണം
സൂപ്പറാണ്. ആ ബാണാസുരേൻ്റെ വീടൊക്കെ കാറ്റൊന്ന് കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങളിനി തിരിച്ചിറങ്ങാൻ പോവാണ്. 1.5 മണിക്കൂറോടെ എടുക്കും. അത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് റിസോർട്ടിൽ പോയി നേരെ നമ്മൾ ബത്തേരിക്ക് തന്നെ പോവാണ്. അത് നമുക്ക് ഞാൻ നോക്കിയിട്ടുള്ള